പേര്? വയസ്സോ? 35. ഇതിനു മുമ്പ് കടിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് ആ ചെല് ഡോക്ടറെ കണ്ടു. ഇത് പട്ടി കടിച്ചാണ്. ഡോക്ടറെ കാണാനാണ്. ഇത് അത്യാവശ്യ കേസാണ്. പട്ടി കടിച്ചാണ് സാറേ. എടോ ഈ കണ്ട ആളുകളെ മുഴുവൻ പട്ടി കടിച്ചിട്ട് നിൽക്കാണ്. പുറകെ പോയി നിൽക്കടോ. ഇതൊക്കെ പട്ടി കടിച്ച് നിൽക്കുന്ന ആൾക്കാരാണോ? ആദ്യം പോണെങ്കിൽ രാവിലെ പോയി കടി കൊള്ളായിരുന്നില്ലേ? മാറി മാറി പോ ചെല്ലി. മുമ്പിന്ന് മാറും. അവിടെ പേരെഴുതി തീർക്കട്ടെ. അപ്പോഴേ ഇവിടെ ക്യൂവിൽ നിൽക്കണൊക്കെ കൊള്ളാം. ഇഞ്ചക്ഷനും മരുന്നൊക്കെ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. ഇവിടെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അല്ല സാറേ, അപ്പൊ ഈ ഇതിന്റെ മരുന്നിന് ഒരുപാട് പൈസ ആവില്ലേ? ആ ഒരു 2500 വരും അത്. അതെയോ? ആ അല്ല, ചില ആളുകൾക്ക് മരുന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടല്ലോ. എടോ അതിനൊക്കെ ഒരുപാട് രേഖകൾ വേണം. അതുമല്ല ഇവിടെ സ്റ്റോക്കും കുറവാണ്. രേഖകൾ വല്ലതും ഉണ്ടോ അതിന്റെ അടുത്ത്? രേഖ ഐഡന്റിറ്റി കാർഡ് ഉണ്ട് സാറേ. ഐഡന്റിറ്റി കാർഡ് പോലെ ആധാർ വേണം. ആധാർ ഉണ്ട്, പക്ഷെ ആധാർ വീട്ടിലാണ്. ആ വീട്ടിലാണെങ്കിൽ മരുന്ന് വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വരണം. ഇവിടെ ആധാർ വേണം. ആറേക്ക് പുറയിലേക്ക് ഇത്രയും പേരെ നോക്കിട്ടപ്പോ കാണാൻ പറ്റുള്ളൂ ഡോക്ടറെ. അതിനോടല്ലേ പറഞ്ഞ അത്രേ പറ്റുള്ളൂ. അല്ല, അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ സാറേ? എടോ ഇത്രയും സമയക്കുറവാണെങ്കിൽ പട്ടികടി കൊള്ളാതിരിക്കാൻ വല്ല മരത്തേലൂടി കയറായിരുന്നില്ലേ? പുതിയ നിയമമാണത്, അറിഞ്ഞില്ല? പെണ്ണുങ്ങളെ പട്ടി അടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ? മരം കയറ്റം പഠിപ്പിക്കണം, ജീവിക്കണ്ടേ? എന്തൊക്കെയാണ് സാറേ നിങ്ങൾ പറയണത്? ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കടി കൊള്ളുമ്പോഴേ അതൊക്കെ അറിയുള്ളൂ. താൻ വലിയ വർത്താനം പറയാതെ പുറകെ പോയി നിൽക്കണോ. ഒരു മനുഷ്യ ഒരു ഇതില്ലാത്ത മനുഷ്യ പട്ടികടി കൊണ്ടിട്ട് ഇയാൾക്ക് പേ പിടിച്ച പേര് സുധി. ഒച്ച പറഞ്ഞൂടെ? എന്താ മൂപ്പർക്ക് പ്രശ്നം? അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. വെറുതെ തട്ടിക്കയറാൻ നിൽക്കുകയാണ് ആളുകളോട്. ഒന്ന് വേഗം എഴുതി കൊടുക്കേ. അയാളെ ഹലോ, ഒന്ന് വേഗം എഴുതി കൊടുക്ക്. അയാൾ ഇറങ്ങിയിട്ട് പോയി കണ്ടോ? അനങ്ങാതെ നിൽക്കണോ അവിടെ പുറകില്? വേഗം കൊടുക്ക് സാറേ. സുശീലൻ. വിളിച്ചു വാ. എവിടെ പോണ്? വിളിച്ചില്ലേ പോ. താ സുശീലനാ? സത്യശീലനല്ല, സുശീലൻ. ഇയാളെ തല്ലണ്ടി വരുമല്ലോ. എന്റെ പൊന്നിനെ കൊഞ്ഞു ഇയാള്. തള്ളിന്നോ വിട്ടേക്ക്. ഇതെല്ലാം കൂടെ എന്റെ നെഞ്ചത്തേക്ക് കയറുന്ന എന്തിനാണോ? നീങ്ങി നിൽക്കുന്നു. ഇയാളെന്താ കഞ്ചാവ് വലിച്ചറിഞ്ഞ ഇയാള്? സുരേഷ രമേശ പോളോ കയറി. മോളെ എങ്ങോട്ട് പോയാവോ ഇവള്? മോളെ നമ്മളെ സ്ട്രീറ്റ് ഡോഗ്സിന്റെ ഇടയിൽ ഇത്ര മാനേഴ്സ് ഉള്ള ഒരു ഡോഗ് വേറെ ഇല്ല. ഇല്ല ഈശ്വരൻ അപകടവും പറ്റി കാണും. പിന്നെ എവിടെ പോയി അവള്? അറിയില്ല. എന്താ പറയാ ഞാന് റൂസിലേ, നമ്മുടെ പെറ്റിനെ കാണുന്നില്ലടാ. അന്വേഷിച്ചിറങ്ങിയതാ കേട്ടോ. അതെ, ഞാനുണ്ടല്ലോ ഇന്നലെ ഈവനിങ്ങില് ഇവിടെ നമ്മുടെ സ്ട്രീറ്റ് ഡോഗ്സ് ആയ ടോമി ഉണ്ടായിരുന്നു, ജിക്കു ഉണ്ടായിരുന്നു, ടിങ്കു ഉണ്ടായിരുന്നു, എമിലി ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ ഇവിടെ നിന്നപ്പോൾ ഞാൻ ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്ക് പെറ്റി വന്ന് അത് കഴിച്ചേച്ച് എന്റെ മുഖത്ത് നോക്കിട്ടോ ഇങ്ങനെ വന്നെ ലിക്ക് ചെയ്ത്. ഓ മൈ ഗോഡ്, you just look there, Shamala. മന്മഥ You got any news? ഇനി പെറ്റിയെ തരേണ്ടടാ. പെറ്റി പോയി. എവിടെ പോയി? ആ ദുഷ്ടന്മാരതിനെ കൊന്നു കുഴിച്ചു മൂടി. ഞാൻ പെറ്റി അന്വേഷിച്ച് കാലത്ത് നടന്നതാ. അപ്പൊ തിരുവല്ല വീട്ടിലെ ആശാരിപ്പണിക്ക് പോകുന്ന സത്യശീലല്ലേ, അവരുടെ കോമ്പൗണ്ടിൽ ഞാൻ ഇങ്ങനെ തരുമ്പോ സത്യശീലിന്റെ അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു, ഇന്നലെ അവരൊരു കറുത്ത പട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയിട്ട്. നമ്മുടെ പെറ്റി ആയിരിക്കുമോ? കറുത്തതല്ലേ, കാണാനില്ലല്ലോ, പറ്റി തന്നെ. നമ്മള് ഡോഗ്സ് ഓൺ കൺട്രിക്കാര് പ്രതികരിക്കണം. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വന്നുകൂടാ. അല്ല, ഇവര് പോയിട്ട് ഇപ്പൊ കുറെ നേരമായോ?
പോയിട്ട് ഒരുപാട് നേരമായി. ഇത് എപ്പോഴേ കടിച്ചത് നായി? എന്റെ പൊന്നു മോനെ പാത്രം കഴുകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ ഈ സമയത്തല്ലേ ഈ സാധനം വന്ന് കടിച്ചത്. എല്ലായിടത്തും നടന്ന് കടിക്കുക. അപ്പൊ നമ്മള് വാസുവേട്ടന്റെ മോനെ കടിച്ചിക്കണ്. ഓ അവനെയും കൊണ്ടുപോയിക്കണം ആശുപത്രിയില്. ഓ ചെറിയ കുട്ടികളെ കടിച്ച പേപ്പറിൽ വായിച്ചില്ലേക്കള്? ചെറിയ കുട്ടികൾ ചെവിടൊക്കെ കടിച്ച് പറിച്ചാളെ നായ്ക്കള്. എന്തേത്തും പ്രാന്താണ് ഇറ്റേക്ക്. തല്ലി കൊന്നാളണോ? അതിനാ സംഭവിക്കോ മേനാഗാന്ധി? അതാരാണ്? മേന ആ നിങ്ങൾക്ക് പറഞ്ഞ അതാ അവര് വന്നു. നേരെ മുക്കിലൊക്കെ നോട്ടെ. പോട്ടെ. അവിടെ കേട്ടോ, അവിടെ നോട്ടെ, അവിടെ നോട്ടെ, അവിടെ നോട്ടെ, അവിടെ. അല്ല സത്യശീല, ഇങ്ങനെയൊക്കെ ഒരു അത്യാഹിതം പറ്റിയിട്ട് ആശുപത്രിയിൽ പോകുമ്പോ ഈ പെരേന്റെ അടുത്തുള്ളവരൊക്കെ ഒന്ന് വിവരം അറിയിച്ചൂടാ എനിക്ക്? അതിനൊന്നും സമയം ഉണ്ടായില്ലോ. ഏ ഞാൻ ഇവിടെ ഗോപാലിന്റെ എവിടെയായിരുന്നു പണി. ആ അപ്പൊ അവിടേക്ക് പണിക്കാണ് ചെന്നുള്ളൂ. അപ്പോഴേക്ക് പട്ടി അടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ആള് വരുന്നു. വന്ന് നോക്കി നോക്കുമ്പോ എന്താ കയ്യിലൊക്കെ ആകെ കടിച്ച് മുറിച്ച്. മാന്തിയതപ്പത് ആ കാലിലുണ്ട്. കടിച്ച കാലില്ല. ആ കടിച്ച കാലില്ല. വന്ന് നോക്കുമ്പോ ചോരേല് പട്ടുകളാ. എന്ത് ചെയ്യും? പിന്നെ അതിന്റെ ഇടയ്ക്ക് പന്നെ അറിയിക്കാൻ പറ്റുമോ? അങ്ങോട്ട് നോക്കുമ്പോ ഓട്ടോറിക്ഷ വന്ന് നോക്കണു. നേരെ കൈ കാണിച്ചു. അങ്ങനെ ഓട്ടോറിക്ഷയിൽ എടുത്തിട്ടാണ് പോയി. ഏതാശുപത്രിയിലാ പോയി? നമ്മളെ ഗവൺമെന്റ് ആസ്പത്രിയില്. അവരെന്ത് പറഞ്ഞ്? അവിടെ മരുന്നില്ല, ഒരു കുന്തല്ലോ, വെറുതെ പോവാണ്. അല്ലാണ്ട് അങ്ങോട്ട് പോവാ? അതൊക്കെ പ്രൈവറ്റിൽ കൊണ്ടുപോകണം. ആദ്യ സാധനങ്ങളുള്ളൂ ഇതിനൊക്കെ. നല്ലട പോയതോ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതിന്റെ മരുന്നില്ല പറയുന്നുണ്ട്. ശരിയാ? പലാക്കിലോ അതിലും കഞ്ഞാണ് കേട്ടോ അത് കടിച്ചു കഴിഞ്ഞാല്. നല്ല സത്യത്തില്ല. അതിലും വലിയ കുലുമാലാണല്ലോ ഈ ഒപ്പിച്ച് വെച്ചിക്കണത്. എന്തേ ഈ ആ പട്ടിനെ തല്ലിക്കൊഞ്ഞ് കുഴിച്ചിട്ട് അപ്പോഴേക്ക്? അല്ലാണ്ട് പിന്നെ കടിച്ച പട്ടീനെ എന്തോ കാട്ടുക? പിന്നെ അതിനെ കൊന്ന ഞാനെന്നല്ല വളന്നെ മണ്ടുവോ? ഞാൻ എന്നെ കൊന്നൊന്നുമല്ല. അതെന്നെ കടിക്കാൻ വരുമ്പോ ഞാൻ ഒരു വിറകെടുത്ത് അടിച്ചു. അല്ല എന്നിട്ട് അത് അപ്പത്തിന് ചത്തുപോയി. ആ ചത്തുപോയി. അതിനടുത്ത് കുഴിച്ചിടും ചെയ്തു. അല്ല എന്ത് വിവരക്കേടപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി കാട്ടിയേ? ഈ പട്ടി കടിച്ചു കഴിഞ്ഞാല് 10 ദിവസം നമ്മൾ ആ പട്ടിനെ നിരീക്ഷിക്കണം. അങ്ങനെയാണ് പഴമക്കാര് പറയുന്നത്. അതൊക്കെ പഴമക്കാര് വെറുതെ പറയണതാണ്. അതല്ല സത്യശീല. 10 ദിവസം കഴിഞ്ഞിട്ട് പട്ടിക്ക് പേ ഇളകുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. ഇല്ലെങ്കിൽ വെറുതെ പള്ളേന്റെ ചുറ്റും 16 ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും. അത് പണ്ടല്ലേ, ഇപ്പൊ ഒന്നും വേണ്ട. അല്ല ഇപ്പൊ വേണ്ട. പക്ഷെ ഇത് 10 ദിവസത്തിനുള്ളിൽ ഇപ്പൊ വെക്ക് പേ ഇളകിയാൽ നമ്മൾ എന്താക്കൂ? അല്ല പറയാണ്, പണ്ടൊക്കെ നടന്ന കാര്യം പറയാ ഞാൻ. അല്ല പട്ടി കടിക്കാൻ വരുമ്പോ നിങ്ങൾ അങ്ങ് നിന്ന് കൊടുക്കോ? നമ്മൾ നിന്ന് കൊടുക്കൂല. പക്ഷെ എന്നാലും തല്ലിക്കൊല്ലണൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. അതാ കൊല്ലല്ല, ആ വൃത്തികെട്ട ജന്തുവിനല്ല. പിന്നെ ഇതിലും വലിയൊരു കുലുമാലിപ്പ് ഉണ്ടാവുമ്പോ ഉണ്ട്. ഇവിടെ പട്ടി സ്നേഹികൾ വന്നിനി. പട്ടി സ്നേഹി പിന്നെ എന്താ അതിന്റെ ക്ലബിന്റെ ഒരാൾ ഇവിടെ വന്നിനി. അയാൾ വന്നിട്ട് ഇൻകിലാബ് വിളിച്ചിട്ടാ പോയത്. ഇവിടെ അയാൾ ആൾക്കാരൊക്കെ കൂട്ടി വരാന്ന് പറഞ്ഞു പോയിക്കണം. എന്തിനേന്ന്? നിങ്ങൾ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട ഓരോ പെറ്റി എന്ന് പറഞ്ഞ പട്ടീനെ പോലെ നിങ്ങൾ കൊന്ന്. പെറ്റി നമ്മള് തല്ലിക്കൊന്നു എങ്ങനെ അവര് അറിഞ്ഞത്? ഇതാ നിക്കണ് അതിന്റെ ആള്. എന്തേ നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞു പോലെ. നിങ്ങൾ എന്തിനാണ് ചബ്ബറ നടക്കണ കാര്യങ്ങൾ നാട്ടുകാരോട് മുഴുവൻ പറയാൻ നിൽക്കണത്? 500 രൂപ കിട്ടൂലേ? ഈ 500 ഉറുപ്പ്യ കിട്ടണതേ പട്ടീനെ ബേനയാക്കാണ്ട് കൊന്നാലാ. ഇത് തല്ലിക്കൊന്നതാ. അതിന് ബേനയായിട്ടാ ചത്തേ. അതിനൊന്നും 500 ഉറുപ്പ്യ കിട്ടൂല. വല്ലാത്തൊരു ശല്യാണ് നിങ്ങളെ കൊണ്ട് ഈ വീട്ടിൽ. എടാ മോനെ, നീ പട്ടണം തല്ലിക്കൊന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ നിനക്ക് നല്ലൊരു വിലയല്ലേ? പറയാനിട്ട് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. അല്ലേ അത്തും പുത്തും അയ്യ മുണ്ടാണ്ട് കുത്തിരിക്കണം പെരേല്. അതാ മാണ്ടി. ഇവർ ഇത്ര വലിയ പട്ടി സ്നേഹികളാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഈ അലഞ്ഞടക്കണ പട്ടികളെ മുഴുവനെ തെരഞ്ഞു പിടിച്ചിട്ടേ കൂട്ടിലിട്ടിട്ട് വളർത്തണം, തിന്നാനും കൊടുത്തിട്ട്. അതല്ലാണ്ട് ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ അവര് പട്ടിയെ തല്ലിക്കൊല്ലും. ആ തല്ലിക്കൊന്നാലും നെഞ്ചത്തേക്ക് കയറി വരല്ല വേണ്ടത്. അവരുടെ ആൾക്കാരൊക്കെ ഒന്ന് കടിച്ചു നോക്കണം. അപ്പോഴതിന്റെ വിവരം അറിയുള്ളൂ. അപ്പൊ ഈ പട്ടി സ്നേഹം ഉണ്ടാവില്ല, ഓരോ കളിക്കുണ്ടാവില്ല. ഇനിയിപ്പോ ഈ പട്ടി സ്നേഹികൾ വരുമ്പോണ്ടല്ലോ ഓരോട് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ കരുതി. ഓരോ ഒരു ചുക്കം പറയാനില്ല. എന്റെ അടുത്ത് വന്ന ആട്ടിയെ വിടും ഞാൻ. അതാ ഓരാ വരുന്നെന്ന് തോന്നുന്നു കേട്ടോ. 2-3 ആൾക്കാർ വരുന്നുണ്ട്. എന്താ സാറേ? കൊല നടത്തിയിട്ട് എല്ലാരും കൂടെ ഇവിടെ വിളിച്ചിരിക്കുക അല്ലേ? ഞങ്ങളിവിടെ ഉമ്മറത്തല്ലേ വന്നിരിക്കണത്, വിളിച്ചിരിക്കുന്നല്ലോ. ഏതാണ് നായിന്റെ സ്വഭാവമുള്ള ആള്? ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യരുത്. ഞങ്ങളൊരു കാര്യം അറിയാൻ വന്നതാണ്. അല്ല സാറേ, ആരാപ്പ ഇതൊക്കെ? ഞങ്ങള് ഡോഗ്സ് ആൻഡ് കൺട്രിയുടെ പ്രവർത്തകരാണ്. മനസ്സിലായില്ല? തെരുവിൽ അലയുന്ന നായ്ക്കളുടെ സംരക്ഷകരാണ് ഞങ്ങൾ. ആയിക്കോട്ടെ, ഞങ്ങളായിക്കോ. അതെ, ഞങ്ങളുടെ പെറ്റീനെ എന്തിനാണ് നിങ്ങൾ കൊന്നു കുഴിച്ചിട്ടത്? പെറ്റിയാ? ഓരോ നായിന്റെ പേരാണ് പെറ്റി. ആ ജന്തു എന്തിനാണ് എന്നെ ഇങ്ങനെ കടിച്ചു കീറിയത്? ജന്തു ഇനി പറയരുത്. പിന്നെ നായി ജന്തു അല്ലേ? നായ അങ്ങനെ പറയാൻ പാടുള്ളൂ. എന്തൊക്കെയാണ് നിങ്ങൾ പറയണത്? എനിക്ക് മനസ്സിലാവില്ല. പെറ്റീനെ നിങ്ങൾ എന്താണ് കാണിച്ചത്? പെറ്റിനെ ഞങ്ങൾ ഒന്നും കാണിച്ചിട്ടില്ല. ഒന്നും കാണിക്കാതെ എങ്ങനെ പെറ്റി വന്ന് ഇവിടെ കടിക്കും? ഇവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്ത് ആ പട്ടി വന്ന് കടിച്ചു. കടിച്ച സമയത്ത് അവളെ കയ്യിലൊരു പറഞ്ഞു കൊടുക്കണേ. ആ ഒരു വടി കൊണ്ട് ഞാൻ അതിനെങ്ങനെ ആട്ടി വിട്ടതാ. ആട്ടി വിട്ട പട്ടിയാവോ? അപ്പൊ അതിനെ ആ അടി കൊണ്ടു, അത് ചത്തു. നിങ്ങൾ എന്തിനാണ് ആട്ടി വിടാൻ പോയത്? നിങ്ങൾക്ക് മാറി നിന്നാ പോരെ? പട്ടി വരുമ്പോ നിങ്ങൾ അതിന് മുമ്പിലോട്ട് ചെന്ന് ഓടി മാറണം. തന്നെ കൊല്ലുകയാണോ വേണ്ടത്?
എന്റെ പെങ്ങളെ ഒരു പട്ടിയല്ലേ അതിനെ ചത്ത് കുഴിച്ചിട്ട് അതിലിപ്പോ എന്താണ്? നോക്കൂ, നിങ്ങൾ ഈ മൃഗങ്ങളെ പോലെ സംസാരിക്കും, നമ്മൾ മനുഷ്യരാണ്. നിങ്ങൾ അത്ര വലിയ മൃഗസ്നേഹികളാണെങ്കിൽ അലഞ്ഞു കിടക്കുന്ന പട്ടികളെ കൊണ്ടുപോയി കൂട്ടിലിട്ട് വളർത്തണം. അല്ലാതെ കയറൂരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട്ടി ആളുകളെ കടിക്കും, ആരെ കടിച്ചു കഴിഞ്ഞാൽ അവരവരെ തല്ലി കൊല്ലുകയും ചെയ്യും. പിന്നെ ഒന്നും വേണ്ടായിട്ട് കാര്യമില്ല. അതുമല്ല സത്യശീല, ഇവരൊക്കെ പെരയിൽ വളർത്തുന്ന നായ്ക്കളെ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോ ഇവർ പുറത്തേക്ക് വിട്ടാളൂ. അതങ്ങനെ എല്ലാവരും പലരും ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ചെയ്തെന്ന് കരുതി ഞങ്ങൾ എല്ലാവരുടെ മേലെ കുതിര കയറാൻ പറ്റും. അപ്പൊ ഒരു പട്ടി അടിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാ പട്ടിയും കടിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ പാട്ട് പോ. പട്ടിയെ കൊല്ലാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതും ഭൂമിയുടെ അവകാശമാണ്. നിങ്ങളെ നിങ്ങളെ പോലെ തന്നെ അതിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ എനിക്ക് ജീവിക്കണ്ടേ? നിന്നെ ജയിലിൽ കിടന്നു ഞങ്ങള്. ഇനി നിങ്ങൾ ജയിലിൽ പോയി ഇവൾക്ക് വല്ലതും വന്നു കഴിഞ്ഞ് ഇവള് മരിച്ചു പോയ അതിന് സമാനം നിങ്ങൾ പറയോ? അതൊക്കെ വിധി അറിയോ? എന്ത് വിധി? നായി ചത്തം വിധിയാണ്. ഒരു കാര്യം പറയട്ടെ, ജനങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ ഇവരെ പോലെ കൾച്ചറിലുണ്ടാവട്ടെ. ആ കൾച്ചറില്ലാത്ത വർത്താനം പറയണ്ടോ? കൾച്ചറൊക്കെ നമുക്കുണ്ട്. കാണാം സത്യശീല. നമുക്ക് കാണാം. ആരോടാണ് കളിക്കുന്നതെന്ന് ഓർത്ത് കളിക്കാം. നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോണം കാണാൻ. ഒരു പട്ടി കടിച്ചിട്ട് പട്ടിയെ കൊണ്ടുവരും. കൊച്ചുമോള് എന്നും ഗേറ്റിന്റെ മുന്നിൽ വന്ന് നിൽക്കും പറ്റിയെ കാണാൻ. ഇന്നലെ തൊട്ട് കാലില്ല. കൊച്ചിന്റെ വിഷമം നിങ്ങൾ അറിയണം. കാലത്ത് ഞാൻ വോക്കിങ്ങിന് പോകുമ്പോ എന്റെ കാല് വന്ന് നക്കും. 5 ബിസ്ക്കറ്റാണ് ഞാൻ ഡെയിലി കൊടുത്തത്. നിങ്ങൾ കൊടുത്തത് ഒരു മൃഗത്തെ സ്നേഹിക്കറിയാത്ത താലത്ത് മൃഗത്തെ വലിയ ജന്തുവാണ്. അത്ര നിർബന്ധം അവിടെ കുഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അച്ഛങ്ങായിക്ക് ഭ്രാന്തെന്ന അതിന്റെ സ്വഭാവമാണ്. കണ്ടില്ലേ ഇങ്ങനെ കുറെ പ്രാന്തന്മാരുണ്ടോ നാട്ടില്? വെച്ചത് വേറെ ഒരു പണിയില്ലല്ലേ പറ്റക്കില്ലേ? പട്ടികളെ മാത്രമല്ല ഈ ജന്തുക്കളെ കൂടി ഈ പിന്നെ കൂടുതൽ പട ഈ ജന്തുക്കാന്ന്. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.